നമസ്കാരം. അഷ്ടമിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് വൈകുണ്ഠ ഏകാദശി? എന്തുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്നത്? വൈകുണ്ഠ ഏകാദശി ഏത് മാസത്തിലാണ് വരുന്നത്? ഇങ്ങനെയുള്ള വൈകുണ്ഠ ഏകാദശിയെപ്പറ്റി കുറച്ചധികം ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം നമോ നാരായണ എന്ന് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. വൈകുണ്ഠ ഏകാദശി എന്താണ്? മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് വൈകുണ്ഠ ഏകാദശി. ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലോകമായ വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്നത്? ഈ ദിവസം വൈകുണ്ഠ ലോകത്തിൻ്റെ ദിവ്യമായ വാതിൽ ഭക്തർക്കായി തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്വർഗവാതിൽ ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. വൈകുണ്ഠ ഏകാദശി ഏത് മാസത്തിലാണ് വരുന്നത്? ഹിന്ദു കലണ്ടർ പ്രകാരം മാർഗശീർഷ മാസത്തിലാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. 2025 വൈകുണ്ഠ ഏകാദശി ഏത് ദിവസമാണ് വരുന്നത്? 2025 ഡിസംബർ 30 വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. ഈ ദിവസം ആരെയാണ് ആരാധിക്കേണ്ടത്? ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഭക്തിയോടെ ആരാധിക്കേണ്ടതുണ്ട്. വൈകുണ്ഠ ഏകാദശി വ്രതത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പാപബന്ധങ്ങളൊക്കെ നീക്കി ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് വ്രതത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ ദിവസം നിർജ്ജല വ്രതം നിർബന്ധമാണോ? ഒരിക്കലും നിർജ്ജല വ്രതം നിർബന്ധമല്ല. ആരോഗ്യ അവസ്ഥ അനുസരിച്ച് പാല്, പഴം, വെള്ളം എന്നിവ ഉൾപ്പെടുത്തി ലഘുവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതത്തിൽ എപ്പോഴും ആരോഗ്യമാണ് പ്രാധാന്യമായി വരുന്നത്. ആരോഗ്യ അവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വ്രതം ആചരിക്കേണ്ടത്. ഈ ദിവസം തുളസി പൂജയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമുണ്ടായത്? തുളസി ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായതിനാലാണ് ഈ ദിവസം തുളസി പൂജയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ പുണ്യവും ഉള്ളത്. വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ജാഗരണം എന്തുകൊണ്ട് പ്രധാനമാണ്? ജാഗരണം ഭക്തിയെ വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം. കേരളത്തിൽ ഈ ദിവസം എന്താണ് പ്രത്യേക ആചാരമായിട്ട് വരുന്നത്? വിഷ്ണു ക്ഷേത്രത്തിൽ വൈകുണ്ഠ വാതിൽ തുറക്കുകയും പ്രത്യേക ദർശനവും പൂജകളും നടത്തുന്നതായും കണ്ടുവരുന്നു. ഈ ദിവസം ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്? ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ഇതിനോടൊപ്പം ജപിക്കുന്നത് പുണ്യകരമായി കരുതുന്നു. ഏകാദശി ദിവസം അരി കഴിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അരി എന്നത് രാജസ താമസ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ്
വിശ്വാസം. അങ്ങനെയുള്ളതിനാൽ ഏകാദശി ദിവസം അരി ആഹാരം ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. വൈകുണ്ഠ ഏകാദശി വ്രതം സ്ത്രീകൾക്കും ചെയ്യാമോ? തീർച്ചയായും ചെയ്യാം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വൈകുണ്ഠ ഏകാദശി വ്രത ദിവസത്തിൽ കുട്ടികൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ലഘുവായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കാം. നാമസ്മരണം ചെയ്യാം. ദീപം തെളിയിക്കാം. ഭഗവത് കഥകളൊക്കെ കേൾക്കുകയുമൊക്കെ ചെയ്ത് കുട്ടികൾക്ക് ഇതിൽ ഏകാദശി ദിവസം, സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ കുട്ടികൾക്കിതിൽ പങ്കുചേരാവുന്നതാണ്. വ്രതത്തിൻ്റെ പാരണം എപ്പോഴാണ്? ദ്വാദശി തിഥിയിൽ നിശ്ചിത സമയത്താണ് പാരണം നടത്തേണ്ടത്. പാരണം ചെയ്യുമ്പോൾ ആദ്യം എന്താണ് കഴിക്കേണ്ടത്? ആദ്യം വെള്ളം അല്ലെങ്കിൽ പാല്, പിന്നീട് പഴം കഴിക്കാവുന്നതാണ്. പിന്നീട് ലഘുവായിട്ടുള്ള സാത്വിക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതുമാണ്. ഈ ദിവസം ദാനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ദാനം ചെയ്താൽ പുണ്യം ഇരട്ടിയാകും എന്നും ദാരിദ്ര്യദോഷങ്ങൾ നീങ്ങുമെന്നും വിശ്വസിക്കുന്നു. വീട്ടിൽ ചെയ്യാവുന്ന പ്രധാന പൂജകൾ എന്താണ്? നമ്മൾക്ക് ഏകാദശി ദിവസം, സ്വർഗവാതിൽ ഏകാദശി ദിവസം വീട്ടിൽ വിഷ്ണു പൂജ ചെയ്യുകയും തുളസി പൂജ ചെയ്യുകയും ദീപാരാധന എന്നിവ നടത്തുകയും ചെയ്യാവുന്നതാണ്. ഈ വ്രതം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? മാനസികമായി സമാധാനം ലഭിക്കുന്നു, ഐശ്വര്യം, കുടുംബത്തിൽ സൗഖ്യം, ആത്മീയ പുരോഗതി എന്നിവ ലഭിക്കുന്നു. വൈകുണ്ഠ ഏകാദശിയുടെ ആത്മീയ സന്ദേശം എന്താണ്? ഭക്തിയിലൂടെ അഹങ്കാരവും അജ്ഞാനവും വിട്ട് ഭഗവാനിലേക്കുള്ള സമർപ്പണമാണ് ഈ ദിനത്തിൻ്റെ സന്ദേശമായി വരുന്നത്. എല്ലാവരും ഡിസംബർ 30, 31 ദിവസങ്ങളിൽ വരുന്ന വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിലൂടെ പുണ്യം ലഭിക്കുകയും ചെയ്യുന്നതിനായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യേണ്ടതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.